ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നടന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ ഒരു പുതിയ സംഭവ വികാസമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ TVKയും കേരളത്തിൽ UDFും പശ്ചിമ ബംഗാളിലും ആസാമിലും പോണ്ടിച്ചേരിയിലും BJPയും ഒക്കെ അധികാരത്തിലെത്തി. ഈ കാരണം കൊണ്ട് തമിഴ്നാട്ടിൽ TVKക്ക് കോൺഗ്രസ് പാർട്ടി 5 സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത്. അവർ TVKക്ക് പിന്തുണ കൊടുത്തു. ഈ പിന്തുണ കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അവിടെ ഇന്ത്യ സഖ്യം ഇനി ഇല്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. DMK ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രധാന കക്ഷിയാണ് തമിഴ്നാട്ടിലെ DMK. അപ്പോൾ ആ DMK ഇന്ത്യ സഖ്യം വിട്ടു എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ അവരുടെ കക്ഷി നേതാവ് കനിമൊഴി MP ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇരിപ്പിടത്തിൽ മാറ്റം വരുത്തണം, കോൺഗ്രസ് പാർട്ടിയുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല, അപ്പോൾ ഒന്നിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഇരുത്തത്തിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് കൊടുത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജൂലൈ 23 ബാംഗ്ലൂരിലാണ് ഈ 28 പാർട്ടികൾ കൂടി ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. അതിന്റെ പ്രധാന നേതാവ് അന്ന് അതിനുവേണ്ടി ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് ബീഹാറിലെ JDU നേതാവ് നിതീഷ് കുമാർ ആയിരുന്നു. എന്നാൽ ഏറ്റവും ആദ്യം സഖ്യത്തിൽ നിന്ന് വിട്ടുപോയതും അദ്ദേഹം തന്നെയായിരുന്നു. ഇതിന്റെ ഫലം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന്റെ പ്രധാന ഗുണം ലഭിച്ചത്. പ്രതിപക്ഷ കക്ഷികൾ ഒരു കൂട്ടായ്മ തന്നെ ലോക്സഭയിൽ രൂപീകരിക്കപ്പെട്ടു. ബീഹാറിലെ RJD, UPയിലെ സമാജ്വാദി പാർട്ടി, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, തമിഴ്നാട്ടിലെ DMK, ദേശീയ പാർട്ടികളായ NCP, ഇടതു പാർട്ടികളൊക്കെ ഒരു വലിയ സഖ്യം തന്നെ ലോക്സഭയിൽ രൂപപ്പെട്ടു. അതുകൊണ്ട് ഒന്നിച്ച് ഇപ്പോൾ ഭരണഘടന ഒരു ഭേദഗതി ബില്ലിനെ വരെ ഏറ്റവും അവസാനമായി പരാജയപ്പെടുത്താനും ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും അവസാനമായി ലോക്സഭയിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ബില്ലായ സ്ത്രീ സംവരണം, മണ്ഡല പുനർനിർണയം, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നിരുന്നത്. ഈ ബിൽ പരാജയപ്പെടുത്തുവാനും ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. അപ്പോൾ ആ കൂട്ടായ്മ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. AAP ആണെങ്കിൽ അവരുടെ കുറച്ച് MLA-മാരൊക്കെ BJPയിലേക്ക് മാറി, രാജ്യസഭാ MPമാരൊക്കെ BJPയിലേക്ക് മാറി, അതും ഒരു അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം തന്നെ അതിന്റെ ഭാവി ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് DMK കൂടി പിന്മാറിയാൽ ഇന്ത്യ സഖ്യം അതിന്റെ ശക്തി അത്രയും കുറയുകയാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർ സഖ്യത്തിൽ തുടരാനാണ് സാധ്യത. കാരണം അവിടുത്തെ ഭരണം ഒക്കെ പോയ നിലയ്ക്ക് അവർ ഈ സഖ്യത്തിൽ തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും DMK, സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന തമിഴ്നാട്ടിലെ DMK ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറി സ്പീക്കർക്ക് കത്ത് കൊടുത്തു, ഇരിപ്പിടം മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ DMK ഇതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ JDUവിന് ശേഷം പൂർണ്ണമായും പിന്മാറുന്ന കക്ഷിയായിരിക്കും DMK. ഇനി രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ഒന്നുമില്ല, പക്ഷെ വേറെ ഒരു കുഴപ്പം വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ രാജ്യസഭയിൽ ബില്ലുകളൊക്കെ നിഷ്പ്രയാസം പാസ്സാക്കാൻ സാധിക്കും. കാരണം ഇവർ വിട്ടുനിന്നാലും മതി. ഇപ്പോൾ ഓരോ ബില്ലിനെയും ഇന്ത്യ മുന്നണി എതിർക്കുമ്പോൾ അപ്പോൾ അതിൽ കൂട്ടം കൂടാതെ സ്റ്റാലിന്റെ വിഭാഗം വിട്ടുനിന്നു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശിക്കുന്ന ഫലം ഭരണകക്ഷിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന വിപരീത ഫലങ്ങൾ.
അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇന്ത്യ സഖ്യം നിലനിൽക്കേണ്ടത് ആവശ്യമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ലോക്സഭയിൽ ഭരണഘടന ഭേദഗതി ബിൽ പരാജയപ്പെടുത്തിയതുപോലെയുള്ള കൂട്ടായ്മകൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നിലനിന്നാലേ അത് ഉണ്ടാവുകയുള്ളൂ. നിലനിന്നില്ലെങ്കിൽ, ഇത്രയും കൂട്ടായ്മകൾ നിലനിന്നില്ല എന്നെങ്കിൽ ഭരണകക്ഷിയുടെ അവർക്ക് ഇഷ്ടമുള്ളത് പാസ്സാക്കാൻ സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഭരണകക്ഷി കൊണ്ടുവരുന്ന ബില്ലുകളൊക്കെ എതിർക്കാൻ, എല്ലാ ബില്ലുകളുമല്ല, എതിർക്കപ്പെടേണ്ടവ എതിർക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിക്കണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടായേ തീരൂ. ഇത്തരം കക്ഷികൾ വിട്ടുന്നു പോകുമ്പോൾ, അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത്തരം കക്ഷികൾ വിട്ടുപോകുമ്പോൾ, ഈ കൂട്ടായ്മ ഇല്ലാതാകുമ്പോൾ ഭരണപക്ഷത്തിന് നിഷ്പ്രയാസം അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസ് പാർട്ടി ടി.വി.ക്ക് 5 MLA-മാരുടെ പിന്തുണ കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാലിന്റെ പാർട്ടി ഇപ്പോൾ ഇന്ത്യ സഖ്യം വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന, ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന അതിന്റെ വിപരീത ഫലങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഏതായാലും ഇന്ത്യ സഖ്യം പോലത്തെ സഖ്യങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. പ്രതിപക്ഷ കൂട്ടായ്മ, കാരണം പാർട്ടികൾ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ്. ആ വർദ്ധിച്ചു വരുന്ന പാർട്ടിയെ തടയുവാൻ ഇപ്പോൾ സാധ്യമല്ല. കാരണം അതിന്റെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദേശീയ പാർട്ടികൾ കുറഞ്ഞു വരുന്നു, പ്രാദേശിക പാർട്ടികൾ കൂടി വരുന്നു. ഈ അവസരത്തിൽ ഒരു MP 2 MP ഒക്കെയുള്ള ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് ഒരു കൂട്ടായ്മയോടെ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. ആ കൂട്ടായ്മയുമായി മുന്നോട്ട് പോകുമ്പോൾ, അതിൽ ബില്ല് വരുമ്പോൾ ആ കൂട്ടായ്മ ഇല്ലാതാകുമ്പോൾ ഇത്തരം ബില്ലുകളൊക്കെ നിഷ്പ്രയാസം പാസ്സാക്കാൻ സാധിക്കും എന്നത് ഭരണപക്ഷത്തിന് അനുകൂലമായിരിക്കും. അപ്പോൾ പ്രതിപക്ഷത്തെ ഒരു കൂട്ടായ്മ ആവശ്യമായിരുന്നു. അത് ഇന്ത്യ സഖ്യത്തിലൂടെ അത് നടന്നിരുന്നു എങ്കിൽ അതിൽ നിന്ന് ഒരു പ്രധാന കക്ഷിയാണ് DMK. DMK വിട്ടുപോയിരിക്കുന്നത് ഒരു ശുഭപ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വരാനൊന്നും സാധ്യതയില്ല. എന്നാലും ഇത്തരം ബില്ലുകളൊക്കെ വരുമ്പോൾ ഈ കക്ഷികളൊക്കെ സ്വയം വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ മതി, വിട്ടുനിന്നാൽ മതി. വിട്ടുനിന്നു കഴിഞ്ഞാൽ ആ ബില്ലുകൾ നിഷ്പ്രയാസം പാസാക്കിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു സഖ്യം, പ്രതിപക്ഷ സഖ്യം ആവശ്യമാണ്. അതൊരു കൂട്ടായ്മ ആവശ്യമാണ്. ആ കൂട്ടായ്മ ഇല്ലാതായി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.